സെലിബ്രിറ്റി അല്ല ഇവിടെ ഞാൻ 86 തൊട്ട് ഏതൊരു സെലിബ്രിറ്റി വന്നാലും അവരുടെ കൂടെ ഞാൻ കൺസെപ്റ്റ് മീഡിയക്കാർക്ക് സ്റ്റാർട്ട് ചെയ്ത് 2008 ഞാനാണ്. യൂസഫ് അലിക്കലും കൂടുതൽ ഞാൻ പറയുകയാണെങ്കിൽ ലുലു ഓപ്പൺ ചെയ്തതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ശരിക്കും ചാക്കോച്ചനുമായിട്ട് സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ കഴിയും. അപ്പം ഞാൻ അടുത്ത ഈ ഒരു നമ്മുടെ കൺക്ലൂഷനിൽ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് വർഷമാണ് നമ്മുടെ ഈ നമ്മുടെ സെലിബ്രിറ്റി ലെവലിലേക്ക് ഈവൻറ്റുകളിലേക്ക് ഇറങ്ങിച്ചെന്നത്? സെലിബ്രിറ്റി അല്ല ഇവിടെ ഞാൻ 86 തൊട്ട് ഏതൊരു സെലിബ്രിറ്റി വന്നാലും അവരുടെ കൂടെ ഞാൻ ഉണ്ട്. ഇപ്പോൾ 86 ആദ്യം വരുന്നത് നമ്മുടെ മേനക സുരേഷ്, മേനക സുമിത്ര, പ്രതാപചന്ദ്രൻ, ദേവൻ, പപ്പു, ഉണ്ണിമേനോൻ, അശലത. ആ ഗ്രൂപ്പ് ഫസ്റ്റ് ഇവിടെ വരുന്നു. അതിന്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. ഒക്കെ ഫോട്ടോസ് ഞാനത് മേനയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഗുരുവായൂർ പോയപ്പോൾ ഗുരുവായൂർ ICL അനിൽകുമാറിന്റെ കല്യാണത്തിന് പോയപ്പോൾ മേനക പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ മേനയ്ക്ക് ഈ ഫോട്ടോ അയച്ചു കൊടുത്തു. അവർ നമ്പർ വന്നിട്ട് പറഞ്ഞു എനിക്ക് ആ ഫോട്ടോ അയച്ചു എന്നുള്ളത് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അവരുടെ കൂടെ ഫോട്ടോ എടുത്തു. 1986 and 2025 ഡിഫറൻസ് ഉണ്ട്. അത് സുരേഷിനും ഭയങ്കര സുരേഷായിട്ട് ഞാൻ പരിചയമുണ്ട്. കാരണം പല സുരേഷ് ഷോയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബന്ധപ്പെടാറുണ്ട്. അന്ന് തൊട്ട് ഞാൻ പറയില്ലേ എല്ലാ പ്രോഗ്രാമുകളും 86 ഇവര് വരുന്നു, 86 ശങ്കർ വരുന്നു. ശങ്കറിനെ കൊണ്ട് ശങ്കറും ശങ്കറിന്റെ അമ്മയും അച്ഛനും ആ ട്രൂപ്പിലുണ്ടായിരുന്നു. അവരുടെ പോണ വരെ ശങ്കറിനെ നമ്മൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ വലിയ ഇതെല്ലാം ഞാൻ പറഞ്ഞത് അന്ന് അവർക്ക് എവിടെ പോകണമെങ്കിലും അന്ന് ഇത്ര വലിയ ദുബായിക്ക് നമ്മൾ എവിടേക്ക് പോയി പറഞ്ഞെങ്കിലും 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ. ടേണിംഗ് പോയിന്റ് വന്നത് ഈ കുതിരട്ടം പോപ്പും ഈ ദേവേട്ടനൊക്കെ വന്ന ആ സമയത്ത് അവരുടെ സ്പോൺസറിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ അസനക്കേറെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, ഓൾഗ, നമ്മുടെ പർദുബായില് ആ മുസല്ല സ്ട്രീറ്റിൽ. അവിടെയായിരുന്നു ഇവർക്ക് ഭക്ഷണം നമ്മൾ അറേഞ്ച്. അങ്ങനെ അവരായിട്ടുള്ള ഇതിൽ ദേവേട്ടനും ഇവരൊക്കെ ആയിട്ടുള്ള ഇതിൽ അവർക്ക് ഭക്ഷണം കൊടുക്കും. പാമ്പിച്ചിട്ട് താമസിക്കുന്നു. അവരെ പെട്ടെന്ന് കയറ്റി വിട്ട് കാര്യങ്ങളൊക്കെ ഇത് ചെയ്തു. അതിനുശേഷം ശങ്കർ വന്നു. ശങ്കറിന് വന്നതിന് ശേഷമാണ് 87 മമ്മൂട്ടി ഷോ ഇന്നസെന്റ് ഏട്ടൻ്റെ കൂടെ 87 മമ്മൂട്ടിയൊക്കെ വരുന്നു. അന്നും ദുൽഖറിനെ ഞാൻ മടിയിൽ വെച്ചിട്ടുള്ള ഫോട്ടോയും ഇന്നസെന്റ് ഏട്ടൻ്റെയും മമ്മൂക്കയുടെ ഒക്കെ 86 അന്ന് ഒരു സെക്യൂരിറ്റി കിട്ടുന്നില്ല. ഞങ്ങള് ഭാര്യ അവിടെ നിൽക്കുന്നു, റൂമിലേക്കൊക്കെ ആക്സസ് ആണ്. അന്ന് നമ്മളാണ് ആ പ്രോഗ്രാമിന്റെ അമ്മിണി കുരുവള്ളിയാണ് അതിന് നടത്തിയത്. അത് കഴിഞ്ഞ് 91 പല മറ്റേ മനോജ് കെ ജയൻ ട്രൂപ്പ്, ഗീത ട്രൂപ്പ്, ഏതൊരു ട്രൂപ്പ് വന്നാലും ഇന്നസെന്റ് ഏട്ടൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതിന്റെ ഒരു പങ്കാളിയായിട്ട് ഒരു പാർട്ടായിട്ട് പ്രോഫിറ്റ് ഷെയറിങ് ഇതൊന്നുമല്ല, കാശിനോ ഒന്നുമില്ല, വെറുതെ ഇവരുടെ ഒരു ഇതായിട്ട് കലാം സ്റ്റേജ് കലാമാണ് അന്ന് ഇവർക്ക് ശേഷം വന്ന കൂടുതൽ പ്രോഗ്രാം നടത്തിയത്. പിന്നെ 92 മമ്മൂക്ക US പോയിട്ട് ഇന്നസെന്റ് ഏട്ടനും സോണറ്റും ആലിസേച്ചും കൂടിയുള്ള ആ ട്രിപ്പിൽ അവരുണ്ടായിരുന്നു. ആ ഒരു ട്രിപ്പ്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രകാശ്, ജലജേര ഭർത്താവ് പ്രകാശ് ഉണ്ട്, ബഹ്റൈൻ. ആളുടെ എല്ലാ ഷോസും ഏതൊരു ഷോ വരുമ്പോഴും നമ്മൾ അതിന്റെ കൂടെ ഉണ്ട്. പിന്നെ അന്നും ഉദ്ഘാടനങ്ങൾ 95 ലുലു ഉദ്ഘാടനത്തിന് ഞാനുണ്ട്. 95 ഫസ്റ്റ് ലുലു സെന്ററിന്റെ ഓപ്പണിങ്. അതിൻ്റെ അപ്പുറത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴും അന്നൊക്കെ ധൈര്യമായിട്ട് യൂസഫ് അലിക്കാരുടെ അടുത്ത് കയറി നമുക്ക് അങ്ങനെ ഇത് അറിയില്ലെങ്കിലും ഇങ്ങനെ ആവുന്നൊന്നും അറിയില്ലെങ്കിലും ഒരു ആളായിട്ട് നേരിട്ട് ഓണർമാരെ കാണുന്ന ആളിൽ ഞാനാണ്. അതിൽ നമ്മുടെ സാറ ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട് ഓണർമാരെ കാണണം, അവരുടെ ക്രെഡിറ്റ് അപ്ലിക്കേഷൻ അവരുടെ പേരുള്ളത് ഒക്കെ സൈൻ ചെയ്ത് മേടിക്കുന്നതൊക്കെയാണ് നമ്മുടെ കമ്പനി നിയമം. അപ്പൊ അവരുടെ എല്ലാത്തിലും ഉദ്ഘാടനങ്ങൾക്ക് ഇത് ചെയ്തു. അപ്പൊ അങ്ങനെ നമ്മളുടെ ആ മാർക്കറ്റിലുള്ള ബ്രാൻഡിങ് അല്ലേ നമ്മൾ ചാക്കോ എന്നുള്ള ഒരു ഇത് വന്നു. അങ്ങനെ ഞങ്ങൾ ഇരിഞ്ഞാലക്കുട പ്രവാസ സംഘടനയ്ക്ക് മുമ്പ് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഉണ്ടാക്കി. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് അലുമിനി ഇതേപോലെ ഉണ്ടാക്കി. ഇടവേള ബാബുവിനെ കൊണ്ട് നമ്മളത് ഒന്ന് അനൗൺസ് ചെയ്ത് ഇത് കഴിഞ്ഞ് അത് ഇതിൽ വന്നപ്പോൾ 2005 ഞങ്ങൾ ഇരിഞ്ഞാലക്കുട പ്രവാസ സംഘടന ഞങ്ങൾ രൂപീകരിച്ചു. അതും ഇടവേള ബാബു വന്ന് ഞങ്ങൾ എനിക്ക് അന്നൊരു വൃന്ദാവൻ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ടായിരുന്നു യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ. അവിടെ വെച്ച് ഞങ്ങളൊരു മീറ്റിംഗൊക്കെ കൂടി ആ ഒരു ഇതിൽ ഇരിഞ്ഞാലക്കുടക്കാരായിട്ടുള്ള ബന്ധങ്ങൾ വന്നു. നമ്മൾ ഓണാഘോഷം കാര്യങ്ങളൊക്കെ നടത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഫ്ലോറയിൽ വെച്ച് ചെയ്തിരുന്നു. പൊതുവെ ഫ്ലോറ ഹോട്ടലിലും പണ്ട് പ്രസിഡന്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റമദ ഹോട്ടൽ, 5 സ്റ്റാർ ഹോട്ടൽ റമദ ഹോട്ടൽ, നമ്മുടെ അബുഹയിലുള്ള റമദ ഹോട്ടലിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതലും ചെയ്തേക്കുന്നത് നമ്മൾ ഫ്ലോറയിലാണ്. അങ്ങനെ ഫ്ലോറയിൽ ഇന്നസെന്റ് ഏട്ടനെ കൊണ്ടുവന്നു. ഇന്നസെന്റ് ഏട്ടനെ കൊണ്ടുവരുന്ന സമയം അതുപോലെ തന്നെ കാലത്ത് ഫ്ലൈറ്റ് ഡിലേ ആയപ്പോൾ ഞാൻ ജയതിചേട്ടനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നായിരുന്നു? അല്ലല്ല, ജയതിചേട്ടനൊക്കെ ഞങ്ങൾ പണ്ടേ ഫ്രണ്ട്സാണ്.
പണ്ടേ ഞങ്ങൾ ഏതൊരു ഷോയ്ക്കും ജയതിചേട്ടനെ ഞങ്ങൾ അതേമാതിരിയുള്ള അടുപ്പുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ ജയതിചേട്ടനെ കൊണ്ട് ഞങ്ങൾ കാലത്ത് ഇത് ചെയ്തു. അപ്പോൾ ഞാനൊന്ന് ചാക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നസെൻ്റ് ആയിട്ട് ഞാനും ജയതിചേട്ടൻ എല്ലാവരും വേണേട്ടനൊക്കെ അറിയാലോ, വൈകുന്നേരം കൂടുന്നത് ഞങ്ങൾ കൂടുന്ന കമ്പനിയാണ്. അപ്പോൾ ജയതിചേട്ടനെ ഞങ്ങളൊരു അതിക്ക് മുമ്പ് ഞങ്ങളൊരു അവാർഡ് കൊടുത്തിരുന്നു. നമ്മുടെ നെൽസൺ, കേരള ട്രാൻസ്പോർട്ട് നെൽസൺ ഒരു സിനിമ പിടിച്ചില്ലേ, ഒരു വലിയ മമ്മൂട്ടിയുടെ ആ സിനിമ പിടിച്ച നെൽസൺ ഇതേ ജഗദീഷ് കുമാറിനെ കൊണ്ടുവന്ന് ഒരു ഷോ ചെയ്ത് അത് ഇടവേള ബാബുവിനെ കൊണ്ട് ചെയ്ത് അതിൽ ഞങ്ങൾ കൂടുതലെടുത്തു. ജയചേട്ടൻ്റെ ഭാര്യയും മോൻ എല്ലാവരും ഉണ്ടായിരുന്നു ആ ഷോയ്ക്ക്. അൽനാസറിൽ വെച്ചിട്ട് അവാർഡൊക്കെ കൊടുത്തിട്ട് അതിലാൾക്ക് വലിയ താല്പര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ നെൽസൻ്റെ ഫ്ലൈറ്റ് വൈകുന്നേരം ഉച്ചയ്ക്ക് 2 മണിക്കാണ് വരുള്ളൂ കൈരളിയുടെ. അപ്പോൾ കാലത്ത് 10 മണിക്ക് നീ 10 മണിക്ക് തന്നെ വണ്ടി വിട്ടാൽ ഞാൻ റെഡി ആയിട്ട് ഇരിക്കും. അങ്ങനെ ആള് വന്ന് ഉദ്ഘാടനം കഴിഞ്ഞു, ഇന്നസെൻ്റ് വന്നു. പിന്നത്തെ ഒരു പ്രാവശ്യം ഇന്നസെൻ്റ് വന്നു. 3-ാമത്തെ പ്രാവശ്യം അന്ന് മാമുക്കായ ഇവിടെ ഉണ്ട്. മാമുക്കായുടെ മോൻ അന്ന് ഇവിടെ ജോലി ചെയ്യുക, ഇവിടെ നമ്മുടെ NMC-യിൽ മാമുക്കായുടെ മോൻ ഇവിടെ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവനെ കാണാറുണ്ട്. അപ്പോൾ അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇന്ന സമയത്ത് നമുക്ക് ചേട്ടൻ പേടിക്കണ്ട, ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. മാമുക്കോയ വന്നു ആ ഒരു ഇതിൽ. അപ്പം അങ്ങനെ നമ്മൾ ഇരിഞ്ഞാലക്കുട പ്രവാസികളുടെ ഓണാഘോഷമൊക്കെ നന്നായിട്ട് ചെയ്ത് ഒരുവിധ ആൾക്കാരൊക്കെ പാട്ടായിരുന്നു, ഒരുവിധ ആൾക്കാരെ നമ്മൾ പങ്കെടുപ്പിച്ചിരുന്നു. ആദ്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഷോൾ അണിയിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് മീഡിയക്കാർക്ക് സ്റ്റാർട്ട് ചെയ്ത് 2008 ഞാനാണ്. അന്ന് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ അന്ന് ഞാൻ എൽവിസ് ചുമ്മാർ, ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, നമ്മുടെ KM നൂറുദ്ദീൻ, അൽഫ പ്രസിഡന്റ് ചെയർമാൻ, VO സെബാസ്റ്റ്യൻ, ഇവരൊക്കെ നമ്മൾ മീഡിയ ലെവലിൽ പൊന്നാട അണിയിച്ച ആൾക്കാർ. അതിക്ക് മുമ്പ് നമ്മുടെ മാത്യു ടി ജോൺ എന്ന് പറഞ്ഞൊരു സ്പീക്കർ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു കോഴിക്കോട്ടുള്ള CPI-യുടെ ഒരു നേതാവാണ്. ആള് വന്നു. അന്ന് ആസാദ് മൂപ്പനെ നമ്മുടെ പൊന്നാട അണിയിച്ചു. നമ്മുടെ ഫ്ലോറ കലാം, ഫ്ലോറ നൂറുദ്ദീൻ, അങ്ങനെ അന്നൊരു 10 പേരെ ഒരുമിച്ച് നിർത്തിപ്പോൾ അടയാളിച്ച ആ ഒരു ഇതും നമുക്കുണ്ട്. അത് ഇരിഞ്ഞാലക്കുട പ്രവാസിയുടെ ഒരു ഇതിൽ നമ്മളങ്ങനെ. അപ്പോൾ അന്ന് നൂറുദ്ദീനും കലാമൊക്കെ നമുക്ക് വളരെ സപ്പോർട്ടീവാണ്. ഈ ഹോട്ടലിലെ ഫുഡും കാര്യങ്ങൾക്കൊക്കെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ തന്ന് നല്ല ഇരിഞ്ഞാലക്കുടക്കാരെന്നുള്ള നിലയ്ക്ക് ആളും സപ്പോർട്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ സെലിബ്രിറ്റി ഇതിൽ നിന്നല്ല, മീൻസ് നമ്മൾ സെലിബ്രിറ്റി ആവാനൊന്നല്ല, നമ്മളെല്ലാവർക്കും ഉദ്ഘാടനത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഉദ്ഘാടനം അത് കഫേരിയ തൊട്ട് ഏറ്റവും അവിടെ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. ആര് വന്നാലും നമുക്ക് വിളിക്കുക, നമ്മൾ അതിന്റെ ഒരു പാർട്ടാവും. അതാണ് നമുക്ക് ഈ അടുത്ത സമയത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ചാക്കോച്ചൻ വരാതിരുന്നാൽ ശരിയാവൂല. കാരണം എന്ന് പറഞ്ഞാൽ ലോകം അറിയണമെങ്കിൽ വളരെ ഫേമസ് ആണ്. അപ്പൊ എല്ലാവരും പറയുന്നത്, ഞാനിപ്പോ പോവാൻ പറ്റില്ല എങ്കിലും രാത്രി ഇപ്പൊ ഞാൻ 4 ഇഫ്താർ കഴിഞ്ഞിട്ട് ഞാൻ ഫോസേര ഇഫ്താറിന് ഞാൻ 9 മണിക്ക് അവിടെ ചെന്ന്, അതുവരെ അവരെന്നെ വെയിറ്റ് ചെയ്തു. അപ്പൊ ഭക്ഷണത്തിനോ അതന്നെയല്ല, നമ്മൾ 3 സ്ഥലം കഴിഞ്ഞ് 4-ാമത്തെ സ്ഥലം ഫ്രോസയിൽ പോയിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. അതുമാതിരി തന്നെ 28-ാം തീയതി നമ്മുടെ യുദ്ധം തുടങ്ങണം. അന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല യുദ്ധം തുടങ്ങിയോന്ന് അറിയില്ല. അന്ന് യൂസഫലിക്കയുടെ വീട്ടിൽ ഒരു ക്ഷണനുണ്ടായിരുന്നു, IC അനിൽകുമാറിന്റെ മാരിയോട്ടിൽ വെച്ചിട്ട്, മാരിയോട്ട് മർക്കീസ് ബിസിനസ് ബേ, നമ്മുടെ എമിഗോ ഷിപ്പിങ്ങിന്റെ മാരിയോട്ട്, നമ്മുടെ പുതിയ ജുവൽ ഓഫ് ദ ക്രീക്കില്ലേ അവിടെ, നമ്മളുടെ മൻസൂർ ചിക്കിങ് മൻസൂറിന്റെയും ഇഫ്താർ അവിടെ തന്നെ, അമിഗോയുടെ ഇഫ്താർ അവിടെ തന്നെ. അന്ന് 4 ഇഫ്താർ ഉണ്ട്. 4 ഇഫ്താർ എന്ന് വെച്ചാൽ ICLന്റെ അനിൽകുമാറിനെ നമ്മൾ എല്ലാ കൊല്ലം ICL നമ്മളൊരു എല്ലാ കാര്യങ്ങളിലും നമ്മൾ അന്ന് തൊട്ട് ആളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ ഒന്ന് പോകണം. അവിടുന്ന് നേരെ ചിക്കിങ്ങിൽ വന്നു, ചിക്കിങ്ങിൽ നിന്ന് നേരെ അമിഗോയിൽ പോയി. അപ്പോൾ അന്ന് യൂസഫ് അലിക്കയുടെ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്തു. ആ ദിവസത്തെ ഫംഗ്ഷൻ അവർ അത് ക്യാൻസൽ ചെയ്തു. അതായത് വേറെ ദിവസത്തേക്ക് മാറ്റിയത്. 1-ാം തീയതി അർക്കലിന് 1-ാം തീയതി ആയിരുന്നു. പിന്നെ ഇത് കുറേ ഫംഗ്ഷൻസ് 1-ാം തീയതി അത് അവർ അതും ക്യാൻസൽ ചെയ്തു. അന്നോട്ട് പിന്നെ ഒന്നും നടന്നില്ല എന്ന് പറയാം. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളിലും പക്ഷേ ഒന്നും നടന്നില്ല എന്നല്ല, ഞാൻ വളരെ ഊർജ്ജസ്വലമായിട്ട് 1-2 കാര്യങ്ങളിൽ കണ്ടു. പിന്നെ ഈ യുദ്ധം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ അജ്മാനില് പോലീസ് ക്ലബ് ഇവന്റിന്റെ ഗസ്റ്റ് ആയിട്ട് വരുന്നു. അതിന് അവാർഡ് കൊടുക്കാനും വിക്കി എല്ലാത്തിനും നമ്മൾ ഫുൾ ടൈം ഒരു അന്നൊരു 100 ആൾക്ക് കൊടുത്ത് തന്നെ കൈ കാഴ്ചിട്ടുണ്ട് അവരുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരു അപ്രിസിയേഷൻ. അത് മറ്റേ അന്നത്തെ ഒരു ICFന്റെ ഒരു ആള് വന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നമ്മള് വേദി പങ്കിടാന്നൊക്കെ പറഞ്ഞ അത് കൂടുതലും നമ്മുടെ വിക്കിയും അതുപോലെ തന്നെ ഷാജഹാൻ, പിന്നെ മുനീർ ICFന്റെ മുനീറാണ് അത് മെയിനായിട്ട് നമ്മൾ ഇത് ചെയ്ത് നമ്മളെ വിളിച്ച് ഇത് ചെയ്ത്. ചില വിളിച്ച് വന്നാൽ പോരാ, നമ്മളെ അതിൽ പങ്കുകൊള്ളിച്ച് അവിടെ നിർത്തി അവാർഡ് കൊടുക്കാൻ എല്ലാത്തിനും അത് 3 ദിവസം ഫസ്റ്റ് 3 ദിവസം നമ്മൾ ആ ഫംഗ്ഷനിൽ
പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അതിപ്പോൾ ഏതൊരു വേദിയിലായാലും വേട്ടെ, ഇവിടുത്തെ ഒരുവിധം എല്ലാ വേദികളിലും നമുക്കൊരു സപ്പോർട്ടീവാണ്. അല്ല, അതിൻ്റെ ഞാൻ മറ്റൊരു കാരണം കൂടെ കാണുകയാണ്. അതായത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ പറയുന്നത് ഇവിടെ യുദ്ധമാണ്, പ്രശ്നമാണെന്ന് പറയുമ്പോഴും നമ്മൾ വളരെ സുന്ദരമായിട്ട് ഇതുപോലുള്ള ഫംഗ്ഷൻസ് നമ്മൾ എത്രയോ ഇഫ്താറുകൾ കിറ്റുകൾ കൊടുത്തിരുന്നു. അജ്മാലിലെ സജ്ജയില് നമ്മൾ യാസറിന്റെ കൂടെ നമ്മളൊരു 5 വേദികളിലും പോയിട്ടുണ്ട്. പിന്നെ മലബാറിന്റെ സ്ഥിരം നമ്മൾ ഫുഡ് കട കൊടുത്തിരുന്നു. പിന്നെ അക്കാഫിന് നമ്മൾ സപ്പോർട്ട് ചെയ്യായിരുന്നു ചെയ്തു. അക്കാഫിന് ഞാൻ പോവില്ല. മറ്റേ മലബാറിനെ നമ്മൾ 1500 എണ്ണം നമ്മളൊരു പള്ളിയിൽ ഇത് ചെയ്തു. 600 വേറൊരു ഷാർജ സജ്ജയിൽ തന്നെയാണ് യാസിറിന്റെയും ഷാജഹാനും കൂടിയിട്ട് നമ്മുടെ ഇൻഗാസിന്റെ ചെയ്തിരുന്നു ഒക്കെ സജ്ജയിലാണ്. അതായത് ഈ യുദ്ധം നടക്കുമ്പോഴും ഇതെല്ലാം വളരെ സ്മൂത്തായിട്ട് പഴയതുപോലെ തന്നെ നോർമൽ കണ്ടീഷനിൽ നടന്നിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഗൾഫിന്റെ ഒരു പ്രത്യേകത. അത് നമ്മൾ ഇരുത്തി കൊടുത്തിരുന്നില്ല, ആദ്യം ഇരുത്തി കൊടുത്തിരുന്നത്. പക്ഷെ നമ്മളത് പാഴ്സലായിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ യാസിറിന്റെ കുറെ ക്യാമ്പുകളിൽ ഇരുത്തി അവർക്ക് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാ ദിവസവും കഴിയണ വരെ നമ്മൾ പെരുന്നാൾ വരെ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ അത് ഉദ്ഘാടനങ്ങൾ എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ യൂസുഫ് അലിക്കയുടെ ഒരുവിധം യൂസുഫ് അലിക്കയിലും കൂടുതൽ ഞാൻ പറയുകയാണെങ്കിൽ ലുലു ഓപ്പൺ ചെയ്തതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അത് പിന്നെ അത് ദുബയ്ക്കാണ് എന്നെ വിളിക്കുക. 10 മണിക്ക് ദുബ ആ നേരത്തിന് വരാൻ പറഞ്ഞിട്ട് നമ്മൾ